ഹലോ മലയാളി മക്കളെ, അപ്പോൾ ഇന്ന് വന്നിട്ട് രാവിലെ തന്നെ ഒരു സർക്കുലർ വരുന്നുണ്ട്. പി ടി ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനെ എണ്ണിപ്പിച്ചിട്ട് ഗാർഡൻ ഏരിയയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലരൊന്നും എണ്ണിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് അരുൺ വന്നിട്ട് റാണുവിനോട് പറയുകയാണ്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം പോകാൻ പാടില്ല, നീ ലിമിറ്റ് വെക്ക്, നീ ടാസ്കിൻ്റെ ബേസിൽ ചെയ്യുക, അതിനപ്പുറം പോകാതെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്നിട്ട് ഒരു ടാസ്ക്കാണ് മോർണിംഗ് ആക്ടിവിറ്റി പോലെ, അതായത് കത്തെഴുതണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തിയോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് എഴുതുകയും അത് ആരാണ് എഴുതിയതെന്നും അത് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നതെന്നും ഒക്കെ എഴുതണം എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മഞ്ജരി, അതായത് തമിഴ് ടീച്ചർ, അത് കറക്റ്റ് ചെയ്ത് തരുമെന്ന് പറയുകയും പിന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയുണ്ട് കേട്ടോ. അപ്പം മഞ്ജരിയോട് റിയ പറയുകയാണ്, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത്, ബാക്കി എല്ലാത്തിനും നിങ്ങൾ അതിന് മുന്നോട്ട് വരുന്നുണ്ടല്ലേ, അത് മാത്രം എന്താണ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇന്ന് ചിൽഡ്രൻസ് ഡേ കണ്ടുകൊണ്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് വർഷിനി പാട്ടുപാടി, ശിവകുമാർ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന്, അതേപോലെ മഞ്ജരി പാട്ടൊക്കെ പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സത്യയും റാണവും കൂടെ ഇന്നലെ ഉണ്ടായ പ്രശ്നത്തിൽ സോറി ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പലിനോടും വൈസ് പ്രിൻസിപ്പലിനോടും എല്ലാവരോടുമായിട്ട്. പിന്നീട് വന്നിട്ട് ഗാർഡൻ ഏരിയയിൽ നമ്മുടെ ജാക്ലിനും മുത്തും കൂടി ഇരുന്ന ദീപക്കിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാൻ പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണെന്ന് എന്നെ വരുത്തി തീർക്കുകയാണ് ദീപക് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ടീച്ചറിനെ ഇത്രയധികം എന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് ടാർഗറ്റ് ചെയ്ത പോലെയാണ് ചെയ്യുന്നതെന്ന് ജാക്ലിൻ മുത്തുകുമാറിനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ തർഷികയും സാച്ചനെയും കൂടെ വിശാലിൻ്റെ പേര് തർഷികയായിട്ട് അവർ രണ്ട് ലവേഴ്സായിട്ടാണല്ലോ, അപ്പോൾ അത് എഴുതി വെക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് കൊണ്ട്. അപ്പോൾ അത് ആരാ എഴുതിയെന്ന് മാനേജ്മെൻറ്റ് തിരക്കുകയാണ്. ആകെക്കൂടി അത് ബോയ്സിൻ്റെ ഹോസ്റ്റലിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആകെ അൻഷിത മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അൻഷിതയുടെ ലിപ്സ്റ്റിക്ക് മാത്രമേ അവിടെ കാണുള്ളൂ. അപ്പം അൻഷിത ആയിരിക്കാം എഴുതിയെന്നുള്ള ഒരു തോട്ടി വരുന്നുവെങ്കിലും നമ്മുടെ വർഷിനി പറയുന്നുണ്ട് അൻഷിത ആവണമെന്നില്ല, വേറെ ആരിലുമൊക്കെ ആവാമല്ലോ, എഴുതാവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദീപകിനെ കുറച്ച് സ്റ്റുപ്പിഡെന്നൊക്കെ വർഷിനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം സ്റ്റുഡൻസിനോട് മോശമായിട്ടുള്ള വാക്ക് സംസാരിച്ചതിന് അവിടെ സ്ട്രൈക്ക് വെക്കുകയാണ് സ്റ്റുഡൻസ്. അതായത് പ്രിൻസിപ്പൾ നമ്മളോട് സോറി പറയണം, കാരണം സ്റ്റുഡൻസ് തെറ്റ് ചെയ്താൽ നിങ്ങൾ പണിഷ്മെൻറ്റ് ചെയ്യും, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞാൻ പണിഷ്മെൻറ്റ് ചെയ്യുന്നൊക്കെ മുത്തുകുമാർ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും വന്നിട്ട് കാല് കുത്തി നിൽക്കണം. അപ്പം മഞ്ജരി വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ വന്ന് അങ്ങനെ തന്നെ ഇരിക്കാം, മുട്ടുകുത്തി ഇരിക്കാം, ആരാണ് അത് എഴുതിയെന്നുള്ള ആൾ സ്വയം മുന്നോട്ട് വരണം എന്ന് പറയുന്നത്. അപ്പോൾ അൻഷിതയും നിൽക്കുന്നത്. അപ്പോൾ അൻഷിത പറയാം, എൻ്റെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്, അത് കാരണം കൊണ്ട് ആരാണെങ്കിലും ധൈര്യമുള്ളവർ ഫ്രണ്ടിലോട്ട്, അപ്പോൾ സൗന്ദര്യം ധൈര്യമുള്ളവരാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ തർഷിക പറഞ്ഞ് ഞാനാണ് എഴുതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാക്ലിനുമായിട്ട് അരുണ് വഴക്കുണ്ടാകുന്നുണ്ട്. മോറൽ ടീച്ചർ മോറലിൻ്റെ അല്ല പേഴ്സണൽ ടാർഗറ്റാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ബേസിൽ ജാക്ലിന് ഒരുവിധം ഫീലാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ദീപക്കിൻ്റെ പ്രശ്നമാണ്. ദീപക്കിനെ വിളിച്ച് ചോദിക്കുന്നത്, ദീപക്കിനോട് സോറി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കാലിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ ജാക്ലിൻ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റാങ്കിങ് പൊസിഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. വെൽ ബിഹേവിയർ സ്റ്റുഡൻറ്റ് ആരാന്നൊക്കെ ചോദിച്ചിട്ട് റാങ്കിങ് പൊസിഷൻ ടീച്ചർമാർക്കിടയിൽ സംസാരിച്ചിട്ട് അത് ഒരു പൊസിഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് വന്നിട്ട് മുത്തുകുമറിനാണ് ഗോൾഡ് മെഡൽ കിട്ടുന്നത്, സാച്ചിനയ്ക്ക് സിൽവറും റയാന് ബ്രൗണും മെഡൽസ് കിട്ടുന്നുണ്ട്. പിന്നീട് വന്നിട്ട് നമ്മുടെ ആനന്ദി, രഞ്ജിത്ത്, വിശാൽ, പവിത്ര, സൗന്ദര്യ, ദീപക്, തർഷിക ഇത്രയും പേർക്ക് പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വന്ന് റിയ, സത്യ, റാണവ് ഇവരാണ് ബാഡ് ബിഹേവിയർ കാണിച്ചിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് ഒരു ഇമ്പോസിഷൻ പോലെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അത് 101 തവണ എഴുതിയിട്ട് അത് അവർ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അവർ എഴുതുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് ബിഗ് ബോസ് പറയുന്നത് ടാസ്ക് അവസാനിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, PT മാസ്റ്ററിനെ എടുത്തുകൊണ്ട് പോവുക, മഞ്ജരിയുടെ വഴക്കുണ്ടാക്കുക, അങ്ങനെ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഇതിൻ്റെ ബാലൻസ് കുറച്ച് വഴക്കുകൾ ഉണ്ടാവാതിരിക്കാം. പിന്നീട് വന്നിട്ട് സേതുപതി സാർ വരുന്ന എപ്പിസോഡാണ് കേട്ടോ.